ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സൈറ്റിൽ രണ്ടാമത്തെ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഭിത്തി പടവ് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഴയ വീടൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ഇടിച്ച് കളഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മണൽ, കല്ല്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഞങ്ങൾ മേളിൽ കയറ്റിയിട്ടിരുന്നു. അപ്പോൾ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം ഏകദേശം ഒരു 650 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു വീട്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് മൊത്തം കെട്ടി ലിൻഡിൽ മട്ടമാക്കിയിടണം. പിന്നെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പം പ്രോപ്പർലായിട്ട് എന്ത് വീഡിയോ ഇടുന്നില്ല, ഇപ്പം എന്നും വീഡിയോ ഇടാത്തത് എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവരുടെ അടുത്തൊരു താങ്ക്സ് പറയുകയാണ്. കാരണം എൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ പ്രോപ്പർലായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അർജൻറ്റായിട്ട് ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കുകൾ വരുന്നത് കൊണ്ട് എല്ലാ സൈറ്റിലും പോയി നിന്ന് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് വീഡിയോ നേർച്ച ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനി മാക്സിമം ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്ക് വെച്ചാണ് കെട്ടുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ ഈ പടവ് കെട്ടുമ്പോൾ നമ്മൾ സിമൻറ്റ് മിക്സിങ് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാരും പല രീതിയിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പാറപ്പൊടി, അതായത് പാറപ്പൊടിയും സിമൻറ്റും ആണ്. കാരണം കെട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത് പാറപ്പൊടിയാണ്. അപ്പോൾ എംസാൻഡ് വെച്ച് കെട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ യശ കംപ്ലീറ്റും അടച്ച് പാക്ക് ചെയ്ത് എടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പാറപ്പൊടി തീരെ പൗഡറാക്കി എടുക്കരുത്. ഇത്തിരി തരിയുള്ള മണലായിരിക്കണം. അങ്ങനത്തെ മണലിട്ട് നമ്മൾ പടവ് കെട്ടാൻ പാടുള്ളൂ. പിന്നെ പടവ് കെട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നനയ്ക്കണം. അതിന് ഒരു കുറവും വരുത്തരുത്. കാരണം പണ്ടത്തെ പോലെ ആറ്റുമണലല്ല, ഈ പാറപ്പൊടി ആയതുകൊണ്ട് അതിന് നല്ല വെള്ളം വേണം. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സിമൻറ്റ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7-1. അതായത് 7 ചട്ടി ഫുള്ളല്ല, ചട്ടി മട്ടത്തിന് മണ്ണെടുത്തിട്ട് ഒരു ചട്ടി സിമൻറ്റ് ഫുള്ള്, ആ ഒരു കണക്കിനാണ് നമ്മൾ കൂട്ടുന്നത്. നമ്മൾ കൊട്ടയ്ക്കാണ് ഇടുന്നതെങ്കിൽ 14 കൊട്ട മണ്ണും ഒരു പാക്കറ്റ് സിമൻറ്റ്. അത് 6 ഇഞ്ചിൻ്റെ ബ്രിക്ക് കെട്ടാനാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മൾ 4 ഇഞ്ചിൻ്റെ പടവാണെങ്കിൽ നമ്മൾ ചേർക്കുന്നത് 6-1. പിന്നെ ഈ ഒടുവൊന്നും വരാത്ത ബട്ട്രസ്റ്റ് പോലത്തെ ഭിത്തി, അല്ലാതെ ബാത്റൂമിൻ്റെ ഭിത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ 5-1 ഇട്ട് കെട്ടുന്നത്. 4 ഇഞ്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വെള്ളം പിടിക്കുന്നതാണ്. ഈ ബാത്റൂമിലൊക്കെ ചുവരെന്ന് പറയുന്നത് ഒരുപാട് വെള്ളം പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സിമൻറ്റ് കൂട്ടിയിടും. അപ്പോൾ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയാണ് നമ്മൾ സിമൻറ്റ് കൂട്ടിയിട്ട് കിട്ടുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഈ അളവെടുക്കാതെ മണലിൽ സിമൻറ്റ് ഒരു ഉദ്ദേശം വെച്ച് ഇട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെത്തേഡ് ഇതാണ്. പിന്നെ ഇവിടെ ഈ വീടിൻ്റെ പഴയ ഭിത്തിയുണ്ട്. ഈ കാണുന്ന നീല പെയിൻ്റ് അടിച്ച പഴയ ഭിത്തിയാണ്. അപ്പോൾ ആ ഭിത്തി നമ്മൾ ഇടിക്കുന്നില്ല. അപ്പോൾ അതിൽ ഇടിക്കാതെ നമ്മൾ കയറ്റം കൊടുത്ത് കെട്ടി മുട്ടിച്ചതിന് ശേഷം ലിൻഡിൽ മട്ടം കട്ട് ചെയ്ത് അങ്ങ് മാറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുമര് ഇടിക്കാത്ത കാര്യം 2 റീസൺ ഉണ്ട്. ഒന്ന്, അത് നല്ല കല്ല് വെച്ചാണ് കെട്ടിക്കുന്നത്, നല്ല കെട്ടുവാണ്. രണ്ടാമത്, അതിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് ഷീറ്റിട്ടൊരു വീടാണ്. അപ്പോൾ നമ്മളിതിൽ ഒരു കല്ല് ആ ഷീറ്റിൽ വീഴുന്നാൽ മതി. പിന്നെ ആ വീടിൻ്റെ വർക്കും ഞാൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ വീടിൻ്റെ ഷീറ്റ് കംപ്ലീറ്റും ചോർച്ചയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചുമര് ഇടിക്കുന്നില്ല. പിന്നെ ഈ ഒരു വർക്ക് കിട്ടിയതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത്, അങ്ങനെ നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ ഒരു വർക്ക് കിട്ടിയത്. ഇതുപോലെ പല വർക്കുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാരണം, നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വർക്കുകൾ കിട്ടുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് കട്ടള വെച്ചിട്ടുള്ളത് 1.20. 1.20, കാരണം ഡബിൾ ഡോറിൻ്റെ കട്ടളയാണ് നമ്മൾ ഫ്രണ്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം ടോട്ടൽ നമുക്കിവിടെ 4 കട്ടളയുണ്ട്. അതായത് ഫ്രണ്ട് ഒരു ബാൽക്കണിയിലൊരു കട്ടള, ഫ്രണ്ട് കട്ടള, 2 ബെഡ്റൂമിൻ്റെ കട്ടള. അപ്പോൾ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും ഈ സൈറ്റിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പല ആൾക്കാർക്കും ഒരു ഡൗട്ട് കാണും. അപ്പോൾ ഈ സൈറ്റിൽ ഫസ്റ്റ് ദിവസം കെട്ട് തുടങ്ങുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം കെട്ട് തുടങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വർക്ക് നടക്കില്ല. കാരണം കെട്ട് വരികളെല്ലാം തിരിച്ച് എല്ലാ അളവൊക്കെ എടുത്ത് കറക്റ്റാക്കി വെച്ച്
അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ലോ ആയിരിക്കും വർക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ കൂടെ വേറെ ജോലിക്കാർ കാണും. അപ്പോൾ നമ്മളൊരു ടീം വർക്കായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കട്ടള വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേളിൽ കട്ടള വയ്ക്കുമ്പോൾ ഈ തട്ട് ചിലപ്പോൾ സ്ലോപ്പ് കാണും. അങ്ങനെ സ്ലോപ്പ് വരുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ അത് പൊങ്ങി നിൽക്കുന്നത് ആ ഹൈറ്റ് കൂടിയ സ്ഥലത്തു നിന്ന് തന്നെ കട്ടള വെച്ച് വാട്ടറിൽ നിന്ന് മട്ടം എടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കട്ടള കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പല ആൾക്കാരും ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ കട്ടള വെച്ച് വാട്ടറെല്ലാം എടുത്ത് 2-3 കട്ടള വെച്ച് അടുത്ത കട്ടള വയ്ക്കുമ്പോഴായിരിക്കും അവിടെ ഹൈറ്റ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് തട്ട് ഒരിക്കലും ചിപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിവിടെ കട്ടളിൽ ക്ലാമ്പ് അടിക്കുന്ന വീഡിയോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലാമ്പ് മസ്റ്റായിട്ടും അടിച്ചു വെക്കണം. കാരണം നമ്മൾ താഴെ നിന്ന് ഒരടി, അതായത് ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മേളിൽ താഴത്തെ ക്ലാമ്പ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ ഇത് ഇപ്പം മഴ സമയമാണ്. അപ്പം മഴയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. അപ്പം അടുത്ത മേസ്ത്രിയും കൂടി വന്നിട്ട് നമുക്ക് കംപ്ലീറ്റും കെട്ടി ഫിനിഷ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ വർക്ക് സൈറ്റ് എന്ന് പറയുന്നത് ഇത്തിരി ലോങ് ആണ്. അതായത് നമുക്ക് മെറ്റീരിയലൊക്കെ കൊണ്ട് മേളിൽ വെക്കാനോ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ 3 ഹെൽപ്പറുണ്ട്. 3 ഹെൽപ്പർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ല് കംപ്ലീറ്റും താഴെ ആയിരിക്കുന്നത്. അപ്പോൾ താഴെ നിന്ന് കല്ല് കംപ്ലീറ്റും കൊണ്ട് മേളിൽ കയറണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ കൂടെ ഒരു മേസ്തിരി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഒരാൾ കല്ലൊക്കെ എടുത്ത് തരാൻ, ഇതുപോലെ എടുത്ത് തരാൻ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വർക്ക് എളുപ്പമായിരിക്കും, വർക്ക് സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരാളെ എൻ്റെ കൂടെ തന്നെ നിർത്തിയിരിക്കുന്നത്. പിന്നെ മൊബൈല് ക്യാമറ ഓണാക്കിയിട്ട് ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പല ആൾക്കാരും വന്ന് ചോദിക്കും, വർക്ക് ചെയ്യാതെ മൊബൈൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നിട്ട് വൈകുന്നേരം ശമ്പളം മേടിക്കുന്നു എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. മൊബൈല് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. കാരണം ഒരാളെ നിർത്തി ഒരാൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരാൾ അങ്ങനെ നിർത്തിയിട്ടില്ല. നമ്മൾ കിട്ടുന്ന സമയം നമ്മളെ വർക്ക് ചെയ്യും. പിന്നെ നമ്മളെ വർക്ക് കണ്ടിട്ടാണ് നമുക്ക് ആൾക്കാർ വർക്ക് തരുന്നത്. ഇപ്പം ദൈവം സഹായിച്ച് നമ്മളെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട്, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് അത്യാവശ്യം 1-2 വർക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഒരു വർക്ക് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളത് ഭംഗിയായിട്ട് അത്രയും ഗ്യാരൻറ്റിയോടെയാണ് നമ്മളത് ചെയ്ത് തീർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഫുൾ കരാറാണ്, അതായത് കംപ്ലീറ്റും കരാറായിട്ടാണ്. കാരണം വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷും ചെയ്ത് അവരുടെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു കിച്ചൺ സ്ലാബ് അടിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റത്തെ വർക്കും കൂടി ഞാൻ ഫിനിഷ് ചെയ്ത് ഈ ഒരു വീഡിയോ കൂടി തന്നെ ഉൾപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും ഒരേ സൈറ്റിലെ വീഡിയോ തന്നെ ഇടുമ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി, അതല്ലാതെ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ചുരുക്കി എടുത്തത്. ഇപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ട് കംപ്ലീറ്റും കെട്ടി മട്ടമാക്കി. അവിടെ കുറേ മാക്സിമം ഇടിക്കാനുള്ളതെല്ലാം ഇടിച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 മേസ്തിരി 3 ഹെൽപ്പറുണ്ട്. ഇനി ഇത്രയും സൈഡ് ഇടിക്കണം. അപ്പോൾ ഇതെല്ലാം ഈ സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഇടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിൻഡിലടിക്കണം. അതാണ് ഇതിൽ വരുന്ന അടുത്ത സ്റ്റെപ്പ്. ഇതൊരു ബെഡ്റൂമാണ്, ഒരു ബാത്റൂമും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ബലം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.